Hello my dear students, so welcome back once again to Basil's Physics Classroom. അപ്പോൾ ഇന്ന് ഞാൻ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ആണ് തരാൻ പോകുന്നത്. ഓക്കെ, ഐ നോ ദാറ്റ് ഇറ്റ്സ് എ സിമ്പിൾ ചാപ്റ്റർ ഫോർ യു, ബട്ട് ഓടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിക്കുക. അറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് അഗൈൻ. ഓക്കെ, സോ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് പറയുമ്പോൾ ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ് യു ഷുഡ് ബി ഫെമിലിയർ വിത്ത് ഇസ് സംതിങ് നോൺ ആസ് ഇലാസ്റ്റിസിറ്റി ആൻഡ് പ്ലാസ്റ്റിസിറ്റി. അപ്പൊ ടേം കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് അതെന്ന്. Now, elasticity എന്ന് പറഞ്ഞാൽ it is a property whereby which a body regains its original shape upon the removal of a deforming force. അപ്പൊ നമ്മൾ ഈ ബോഡി ഇതിപ്പോ സ്ട്രെച്ചബിൾ ബോഡി ആയിരുന്നെങ്കിൽ സ്ട്രെച്ച് ഇത് സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഈ ഫോഴ്സ് ഞാൻ എക്സ്ട്രാ പുറത്തേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ്, ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. അപ്പൊ ഒരു ബോഡിയുടെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് ഡീഫോമിംഗ് ഫോഴ്സ്. ഈ ഡീഫോമിംഗ് ഫോഴ്സ് ഞാൻ ഈ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഇഫ് ദിസ് ബോഡി റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്, അങ്ങനത്തെ ഉള്ള ബോഡീസിനെ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ബോഡീസ്. ഓക്കെ, ആ പ്രോപ്പർട്ടിനെ പറയുന്ന പേര് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇനി ചില ബോഡീസ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഞാൻ ആ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. അങ്ങനത്തെ പറയുന്ന ബോഡീസിന് പറയുന്ന പേരാണ് പ്ലാസ്റ്റിക് ബോഡീസ് ആൻഡ് പ്രോപ്പർട്ടീസ് നോൺ ആസ് പ്ലാസ്റ്റിസിറ്റി. ഓക്കെ, രണ്ട് പ്രോപ്പർട്ടി ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിക് ബോഡീസ് ആൻഡ് പ്ലാസ്റ്റിക് ബോഡീസ്. ഓക്കെ, നൗ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ ടേം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ചാപ്റ്റർ ബേസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടു ടേംസ് നോൺ ആസ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. എന്താണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ? ഇപ്പൊ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു, കുറച്ച് ബോഡി ആർ ഇലാസ്റ്റിക് ഇൻ നേച്ചർ. ആൻഡ് വൈ ഈസ് ദിസ് ഇലാസ്റ്റിക് ബിഹേവിയർ കമ്മിങ് ഇൻ ടു പ്ലേ? കാരണം ഒരു ബോഡി എപ്പോഴും പ്രിഫർ ചെയ്യുന്ന അവന്റെ ഈക്വിലിബ്രിയം പൊസിഷൻ ആണ്. അപ്പൊ ഈ ബോഡീനെ ഞാൻ എക്സ്ട്രാ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഡീഫോം ചെയ്യുമ്പോൾ there will be some interatomic forces acting inside that body. നമ്മളൊരു സ്പ്രിങ് വെച്ച് രണ്ട് മാസസ് കണക്ട് ചെയ്യുന്ന പോലെ അല്ലെ, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് എക്സ്റ്റെൻഡ് ആവും, റിലീസ് ചെയ്യുമ്പോൾ ഇറ്റ് കംസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. റൈറ്റ്, ഒരു എക്സ്ട്രാ കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ, ഒരു പരിധിക്കപ്പുറം ഫോഴ്സ് കൊടുത്താൽ അത് റീഗെയിൻ ചെയ്യില്ല. ഐ എം കമ്മിങ് ടു ദാറ്റ്. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് എന്താണ്, ഇന്റർ അറ്റോമിക് ഫോഴ്സസ് കാരണമാണ് ദ ബോഡി വിൽ ട്രൈ ടു ഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പോൾ what happens, the body tries to regain its original shape. Okay, now plasticity അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോഡീസിൽ അത് ഒരു പ്രോബബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, but that is shown by elastic bodies. Okay, അപ്പൊ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന രണ്ട് ടേംസ് നോക്കാം. അപ്പൊ സ്ട്രെസ് എന്ന് പറയുമ്പോൾ we define it as the restoring force per unit area. എന്താണ് സ്ട്രെസ്? the restoring force per unit area. Okay, നമ്മൾ സാധാരണ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയും, but it is actually the restoring force. ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ബോഡി എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് വലുതാക്കാൻ ഒരു ഫോഴ്സ് ഞാൻ ഇതിനകത്ത് അപ്ലൈ ചെയ്യും. ഞാനൊരു ഫോഴ്സ് ഇതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഇവന് അവന്റെ ഈക്വിലിബ്രിയത്തിൽ നിന്ന് മാറാൻ ഇഷ്ടമല്ല, which means this body tends to produce a restoring force there. എനിക്ക് ഇഷ്ടമല്ല, ഞാൻ മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് അവൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും, trying to regain its original shape. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെസ് മെയിൻലി 3 ടൈപ്സ് ഉണ്ട്. ഒന്ന്, we have longitudinal stress, then we have volumetric stress or bulk stress എന്നൊക്കെ പറയാം കേട്ടോ. We have tangential or shear stress. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെങ്ത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോഴാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് അവിടെ വരുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ടെൻസൈൽ, രണ്ട് കംപ്രസീവ്. ടെൻസൈൽ സ്ട്രെസ്സസ്, കംപ്രസീവ് സ്ട്രെസ്സസ്. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്ട് എടുത്തിട്ട് വി ആർ അപ്ലൈയിങ് എ ഫോഴ്സ് ആൻഡ് ട്രൈങ് ടു എലോങ്ങേറ്റ് എ ബോഡി, ഇതിന്റെ ലെങ്ത് കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ അവിടെ വരുന്ന സ്ട്രെസ് ആണ് ടെൻസൈൽ സ്ട്രെസ്. ടെൻസൈൽ സ്ട്രെസ്.
Now, ഒരു ബോഡി എടുത്തിട്ട് അവന്റെ ലെങ്ത് നമ്മൾ അവനെ കംപ്രസ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവിടെ വരുന്ന സ്ട്രെസ് ആണ് കംപ്രസീവ് സ്ട്രെസ്. ഓക്കെ, അപ്പൊ കംപ്രസ് ചെയ്ത് നോക്കുമ്പോൾ കംപ്രസീവ് സ്ട്രെസ്സും വലിച്ചു നീട്ടാൻ നോക്കുമ്പോൾ ടെൻസൈൽ സ്ട്രെസ്സും വരും. ഓക്കെ, അപ്പൊ സ്ട്രെസ് ഏതായാലും ഇറ്റ് ഇസ് ഓൾവേസ് ഫോഴ്സ് ബൈ ഏരിയ, അതിനൊരു മാറ്റമില്ല. ഓക്കെ, ഇനി വോളിയമെട്രിക് സ്ട്രെസ് അതുപോലെ ടാൻജൻഷ്യൽ ഓർ ഷിയർ സ്ട്രെസ്. ഒരു ബോഡി നമ്മൾ എടുത്തു, ഈ ബോഡിയിൽ നോർമൽ ആയിട്ട് കുറെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. Okay, and these forces are trying to reduce the size or the volume of the body. Okay, അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ആണെങ്കിൽ അവിടെ വരുന്നതാണ് വോളിയമെട്രിക് സ്ട്രെസ്. അപ്പൊ വോളിയമെട്രിക് സ്ട്രെസ് കാരണം വോളിയത്തിലാണ് സ്ട്രെസ് വരുന്നത്, കൂട്ടാം കുറയ്ക്കാം. ഓക്കെ, സോ വോളിയമെട്രിക് സ്ട്രെസ് മീൻസ് ഇറ്റ് ഇസ് എ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം നോർമൽ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് ടാൻജൻഷ്യൽ ഓർ ഷിയർ സ്ട്രെസ്. ടാൻജൻഷ്യൽ ഓർ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ് എടുത്തു, മേ ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇറ്റ് ഇസ് ഫിക്സ്ഡ് അറ്റ് ദ ബോട്ടം. ബോട്ടം നമ്മൾ ഫിക്സ് ചെയ്തു. ഇവന് ടാൻജൻഷ്യൽ ആയിട്ട് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, എഫ് ടി ഓർ എഫ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ താഴെ ഫിക്സ്ഡ് ആണെന്ന് ഞാൻ പറഞ്ഞു, അപ്പൊ മുകളിൽ വശം എന്ത് പറ്റും, ഇത് ആക്ച്വലി ടിൽസ് ത്രൂ എ സർട്ടൻ ആംഗിൾ. ഇത് ചെറിയ ആംഗിൾ ടിൽറ്റ് ചെയ്യും. ഓക്കെ, ഒരു ആംഗിൾ ത്രൂ തീറ്റ. ഓക്കെ, അപ്പൊ ഈ ടിൽറ്റിംഗ് വരുമ്പോൾ അവിടെ ഡെവലപ്ഡ് ആവുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ടാൻജൻഷ്യൽ ഓർ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ടാൻജൻഷ്യൽ ഓർ ഷിയർ സ്ട്രെസ്. അപ്പൊ അതും ഫോഴ്സ് ബൈ ഏരിയ ആണ്, there is no absolutely no issues there. ഓക്കെ, പിന്നെ ഫോഴ്സ് നമ്മൾ ആംഗിളിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലോ, സപ്പോസ് എന്റെ ഫോഴ്സ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ആംഗിളിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണ് ഫോഴ്സ് വരുന്നതെങ്കിൽ നമ്മൾ ആ ഫോഴ്സിന്റെ കറസ്പോണ്ടിങ് കമ്പോണന്റ് എടുക്കണം. അപ്പൊ ഇത് തീറ്റയാണെന്ന് വിചാരിച്ചു, ഇത് തീറ്റയാണെങ്കിൽ ഇതെന്ത് വരും, എഫ് കോസ് തീറ്റ വരും അല്ലെ. അങ്ങനെയാണെങ്കിൽ വാട്ട് യു റൈറ്റ്, എഫ് കോസ് തീറ്റ ബൈ ഏരിയ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഡിപെൻഡ്സ് ഓൺ ദ ആംഗിൾ. ഒരു ഫോഴ്സ് ആംഗിളിലാണെങ്കിൽ എപ്പോഴും നമ്മൾ എന്തെടുക്കണം, ടാൻജൻഷ്യൽ കമ്പോണന്റ് വേണം എടുക്കാൻ. അപ്പൊ അങ്ങനെ ഓർത്ത് വയ്ക്കുക, ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടാൻജൻഷ്യൽ ഓർ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദി ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി വിച്ച് ബ്രിങ്സ് അബൌട്ട് എ ചേഞ്ച് ഇൻ ഷേപ്പ്. ഓക്കെ, അപ്പൊ ഇതാ മൂന്നുമാണ് സ്ട്രെസ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പൊ ഏത് സ്ട്രെസ് ആണെങ്കിലും ബേസിക്കലി എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ് കേട്ടോ, അത് ഓർത്ത് വെക്കുന്നത്. അടുത്തത് സ്ട്രെയിൻ. സ്ട്രെയിനും നമുക്ക് ഇങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്യാം. വി ഹാവ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, വി ഹാവ് വോളിയമെട്രിക് സ്ട്രെയിൻ, വി ഹാവ് ടാൻജൻഷ്യൽ സ്ട്രെയിൻ ഓർ ഷിയർ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ എന്നാണ്. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പൊ ചിലപ്പോൾ അത് ലെങ്ത്തിലാവാം, ചിലപ്പോൾ അത് വോളിയത്തിലാവാം, ചിലപ്പോൾ അത് വേറെ ഏതെങ്കിലും ആവാം, ചിലപ്പോൾ ഡയാമീറ്ററിലാകാം. റൈറ്റ്, അപ്പൊ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പൊ സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇറ്റ് ഹാസ് ദ സെയിം യൂണിറ്റ് ആസ് ദാറ്റ് ഓഫ് പ്രഷർ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്. സ്ട്രെയിന് പക്ഷേ യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. കാരണം മുകളിൽ താഴെ വരുന്ന ക്വാണ്ടിറ്റിയുടെ വാല്യൂസ് ഡയമെൻഷൻ സെയിം ആയിരിക്കും, വിച്ച് മീൻസ് ഡയമെൻഷൻ ഇല്ല ഓർ യൂണിറ്റും ഇല്ല ആർക്ക്, സ്ട്രെയിന്. ഓക്കെ, അപ്പൊ സ്ട്രെയിൻ നേരത്തെ പറഞ്ഞ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഉണ്ട്, when it is change in length to the original length. Change in length to the original length വരുമ്പോൾ we have longitudinal strain, we have volumetric strain. Change in volume to the original volume. Volume നമ്മൾ കംപ്രസ് ചെയ്യാനൊക്കെ ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ there will be a change in the volume taking place here. ഡെൽറ്റ വി അല്ലെങ്കിൽ ഡെൽറ്റ എൽ എന്നൊക്കെ പറഞ്ഞാൽ it is actually final length minus initial length. ഓക്കെ, ഫൈനൽ ലെങ്ത് മൈനസ് ഇനീഷ്യൽ ലെങ്ത്. അപ്പൊ എൽ എന്ന് പറയുന്നത് അവന്റെ ഇനീഷ്യൽ ലെങ്ത് ആണ്, വി എന്ന് പറയുന്നത് അവന്റെ ഇനീഷ്യൽ വോളിയം ആണ്. ടാൻജൻഷ്യൽ ഓർ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈ അല്ലെങ്കിൽ തീറ്റ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫൈ ഓർ തീറ്റ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നേരത്തെ വരച്ച ഫിഗർ പോലെ ബോട്ടം പോർഷൻ ഫിക്സ്ഡ് ആണ്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു ടാൻജൻഷ്യൽ ആയിട്ട്. അപ്പൊ ഒരു ആംഗിൾ തീറ്റ ഓർ ഫൈ ഒരു ചേഞ്ച് വരുന്നു. ഓക്കെ, ഇത് എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ എക്സ്, ഇത് എൽ. സോ ടാൻ ഫൈ എടുക്കുമ്പോൾ എന്ത് വരും, ടാൻ ഫൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, എക്സ് ബൈ എൽ. ഓർ അപ്രോക്സിമേറ്റ്ലി വെൻ ഫൈ ഇസ് വെരി സ്മോൾ, ഫൈ ഇസ് ഈക്വൽ ടു എക്സ് ബൈ എൽ എന്ന് പറയും. ഇതാണ് നമ്മുടെ ടാൻജൻഷ്യൽ ഓർ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൂന്ന് സ്ട്രെയിൻസ് ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ സ്ട്രെസ് പറഞ്ഞു, അതുപോലെ എന്ത് പറഞ്ഞു, സ്ട്രെയിൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഹുക്സ് ലോയിലേക്കാണ്. ഹുക്സ് ലോ പറയുമ്പോൾ
നമ്മൾ ആദ്യം അതിന്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. ഓക്കെ, അപ്പൊ ഹുക്സ് ലോ പറയുന്നത് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ദ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ്. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആണ് വരയ്ക്കുന്നത്. Stress is directly proportional strain within the elastic limit. But after the elastic limit is closed, our proportionality move. Okay. അപ്പോൾ ഞാൻ ഇവിടെ പോയിന്റ് എ മാർക്ക് ചെയ്യുന്നു, എ ബി മാർക്ക് ചെയ്യുന്നു, ഡി മാർക്ക് ചെയ്യുന്നു, ഇ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, now സംഭവം വളരെ എളുപ്പമാണ്. ഇത്രയുള്ള ഐഡിയ. വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0 മുതൽ എ വരെ ഏകദേശം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് സ്ട്രെസ്സും സ്ട്രെയിനും. ഓക്കെ, അപ്പൊ ഈ റീജിയൻ നമ്മൾ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് റീജിയൻ എന്ന്. എന്താ പറയുന്നത്? ഇലാസ്റ്റിക് റീജിയൻ. രണ്ട് റീജിയൻസ് ഉണ്ട് മെയിൻലി. ഇലാസ്റ്റിക് റീജിയനും ഉണ്ട്, പ്ലാസ്റ്റിക് റീജിയനും ഉണ്ട്. അപ്പോ എ വരെ പോയിന്റ് ഒ എ വരെ, ഒ എ എന്ന റീജിയനില് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, ഇനി കുറച്ചു ദൂരവും കൂടി എ കഴിഞ്ഞ് കുറച്ചും കൂടി പോയാലും പ്രൊപ്പോർഷണൽ അല്ല എന്നേ ഉള്ളൂ, ബട്ട് ദ ബോഡി സ്റ്റിൽ ക്യാൻ റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ്. അപ്പോ ഒ ബി വരെയാണ് നമ്മുടെ ഇലാസ്റ്റിക് ലിമിറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഓർ ഇലാസ്റ്റിക് റീജിയൻ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ലിമിറ്റ് അല്ല, ഇലാസ്റ്റിക് റീജിയൻ ആയിട്ട് എടുക്കുന്നത്. ഈ ബിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് ലിമിറ്റ് എന്നൊക്കെ പറയും. ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് ലിമിറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോ ഈ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് ലിമിറ്റ് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഇഫ് യു അപ്ലൈ എ ഫോഴ്സ് മോർ ദാൻ ദാറ്റ്, ഇപ്പോ ഈ ഈൽഡ് ലിമിറ്റിൽ എത്താൻ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിനേക്കാളും കൂടുതൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ദ ബോഡി ടെൻഡ്സ് ടു ബി പ്ലാസ്റ്റിക് ഇൻ നേച്ചർ. അതായത് പിന്നെയും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ നമ്മുടെ ബോഡിക്ക് ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദ റീജിയൻ ഫ്രം ബി ടു ഡി is known as the plastic region. അപ്പൊ ഈ റീജിയൻ ആണ് നമ്മുടെ പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ 0 to B വരെ എന്താണ് ഒരു ഇലാസ്റ്റിക് റീജിയൻ ഉണ്ട്. ബിയില് ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് ലിമിറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിനുശേഷം എന്താ സംഭവിക്കും? സപ്പോസ് നമ്മളൊരു പോയിന്റ് സി ഇവിടെ എടുത്തു വിചാരിച്ചു. ഈ പോയിന്റ് സിയില് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് പെർമനന്റ് സെറ്റ് എന്ന് പറയും. അത്രയുള്ള ഐഡിയ. നമ്മൾ ഇപ്പൊ സ്പ്രിംഗ് തന്നെ എടുക്കാം. സ്പ്രിംഗ് ആദ്യം പതുക്കെ വലിച്ചു വിട്ടു, റീഗെയിൻ ചെയ്യും. ഭയങ്കര ശക്തിയിൽ വലിച്ചു വിട്ട് കഴിഞ്ഞാൽ റീഗെയിൻ ചെയ്യോ? ചെയ്യത്തില്ല. ചെയ്യോ? ഇല്ല. അങ്ങനെ തന്നെ ഇരിക്കില്ല സ്പ്രിങ്. അത് തന്നെ. അപ്പൊ ഒരു പെർമനന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ അവന് റീഗെയിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒന്നുമില്ല. അവനിപ്പോ റീഗെയിൻ ചെയ്യത്തില്ല. അവനെ നമ്മൾ ഏത് ഷേപ്പിൽ വലിച്ചു വെച്ചോ അങ്ങനെ തന്നെ ഇരുന്നോളൂ ഒബ്ജക്റ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് പോയിന്റ് സി, പെർമനന്റ് സെറ്റ്. അപ്പൊ ഈ റീജിയനിലൊക്കെ പെർമനന്റ് സെറ്റ്സ് ആർ പോസിബിൾ ദയർ. ഓക്കെ, സോ ആ പോയിന്റ് ക്ലിയർ ആണല്ലോ. ഈ പോയിന്റ് ബിനെ പറയുന്ന പേര് we call it the ultimate tensile strength. Ultimate tensile strength എന്നാണ് പറയുന്നത്. ഓക്കെ, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്നാണ് പോയിന്റ് ഡിനെ നമ്മൾ പറയുന്നത്. ഇ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രാക്ചർ പോയിന്റ് ആണ്. ഈ ഡിനും ഇയും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താന്ന് പറഞ്ഞത്? ഡി എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഈ ഡി കഴിയുമ്പോൾ എന്ത് പറ്റുന്നറിയോ? ഡി എന്ന റീജിയൻ കഴിയുമ്പോൾ കാര്യമായിട്ട് ഫോഴ്സ് ഒന്നും തന്നെ നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിലും ഈ വയറിന് ഊന്നങ്ങ് വലിഞ്ഞു നോക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മൾ വലിയ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാതെ തന്നെ ലാർജ് സ്ട്രെയിൻ ക്യാൻ ബി പ്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് ഈ എന്ന ഫ്രാക്ചർ പോയിന്റിൽ ഇറ്റ് ബ്രേക്സ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഡിന്റെയും ഇന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ നമ്മൾ ആ മെറ്റീരിയലിനെ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയും. ഈ ഡിന്റെയും ഇന്റെയും ഇടയിലുള്ള സ്പേസ് കുറവാണെങ്കിൽ we call it a brittle material. I repeat once again, ഡിന്റെയും ഡി എന്ന് വെച്ചാൽ എന്താ? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. ഇ എന്ന് വെച്ചാൽ എന്താ? ഫ്രാക്ചർ പോയിന്റ് ആണ്. ഡിന്റെയും ഇന്റെയും ഇടയിലുള്ള സ്പേസ് കുറവാണെങ്കിൽ നമ്മൾ അവനെ ബ്രിറ്റിൽ മെറ്റീരിയൽ എന്നും, ഡിന്റെയും ഇന്റെയും ഇടയിലുള്ള സ്പേസ് വളരെ കൂടുതലാണെങ്കിൽ we call it a ductile material. But ductility എന്നൊരു പ്രോപ്പർട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡക്റ്റിലിറ്റി, the property by which a material can be drawn into thin wires. അല്ലെ, ഗോൾഡ് ഒക്കെ ഹൈലി ഡക്റ്റൈൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കുക പോയിന്റ്, ഡക്റ്റിലിറ്റി ആൻഡ് the brittle material. ഇനി ഇലാസ്റ്റിക് റീജിയൻ ഭയങ്കര ലാർജ് ആണ്, ബാക്കി എല്ലാ റീജിയൻസും വളരെ ചെറുതാണ്. അതായത് ഇലാസ്റ്റിക് റീജിയൻ കഴിയുമ്പോൾ പെട്ടെന്ന് അവൻ പൊട്ടിപ്പോകും. റബ്ബർ ബാൻഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം അത് ഇലാസ്റ്റിക് ആവത്തില്ല അല്ലെ, കാരണം മാക്സിമം ഇലാസ്റ്റിസിറ്റി പറ്റും അതിന്, എന്നിട്ട് അത് പൊട്ടിപ്പോകും. അത് ഡക്റ്റൈൽ ആയി നിൽക്കുന്നുണ്ടോ? ഇല്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.
അപ്പോൾ ചില മെറ്റീരിയൽസ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എയോട്ട, അപ്പൊ അങ്ങനെ ചില ഓർഗൻസ് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയും. കാരണം അവന്റെ വൈഡ് ഇലാസ്റ്റിക് റീജിയൻ ആണ്, പ്ലാസ്റ്റിക് റീജിയൻ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ 3 ടൈപ്സ് പറഞ്ഞു ബുക്സ് ലോ ബേസ് ചെയ്ത്. ഏതൊക്കെയാ? ഡക്റ്റൈൽ മെറ്റീരിയൽസ് പറഞ്ഞു, ബ്രിറ്റിൽ മെറ്റീരിയൽസ് പറഞ്ഞു, പിന്നെ ഇലാസ്റ്റോമേഴ്സ് പറഞ്ഞു. ഇലാസ്റ്റോമേഴ്സിന് ഒരു വൈഡ് ഇലാസ്റ്റിക് റീജിയൻ, വെരി ലെസ് പ്ലാസ്റ്റിക് റീജിയൻ. ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആണെങ്കിലോ ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്ലാസ്റ്റിക് റീജിയൻ വരും. അതായത് ഡിന്റെ മീനിന്റെ ഇടയിൽ ഒരു ലാർജ് ഗ്യാപ്പ് വരും. ഡി എന്താ? അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ഇ എന്താ? ഫ്രാക്ചർ പോയിന്റ്. ഓക്കെ, ബ്രിറ്റിൽ ആണെങ്കിൽ ഡി ആൻഡ് ഇ ഗ്യാപ്പ് വളരെ ചെറുതായിരിക്കും. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് ഓർത്ത് വരിക നമ്മുടെ ഈ ഗ്രാഫ് ബേസ് ചെയ്ത്. വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്, stress is directly proportional to strain, and a proportionality remove ചെയ്യാൻ we can place a constant there, and the constant is known as modulus of elasticity. എന്താ പറയുന്നത്? modulus of elasticity. 3 modulus of elasticity ആണ് നമുക്കുള്ളത്. 3 modulus of elasticity. Okay, one, we have Young's moduli of elasticity. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഓർക്കുക, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് ജനറലി പറയുമ്പോൾ ഏതാണെങ്കിലും സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഓക്കെ, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. നൗ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതാം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോഴോ ലെങ്തിലുള്ളത് അല്ലെ, ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എഴുതാം. എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ. ചേഞ്ച് ഇൻ ലെങ്ത് ടു ദി ഒറിജിനൽ ലെങ്ത്. ഓർ യു ക്യാൻ യൂസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഓൾസോ കേട്ടോ, നേരത്തെ എഴുതിയതുപോലെ. എനിവേ യു ക്യാൻ റെപ്രസെന്റ് ഇറ്റ്, അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. Or this can also be written like this, FL by A delta L. ഇങ്ങനെയും എഴുതാം, FL by A delta L എന്ന് എഴുതാം, നമ്മുടെ യങ്സ് മോഡുലൈ ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇനി ഇവിടെ ക്വസ്റ്റ്യൻസിൽ വരുന്ന ഒരു കണ്ടീഷൻ ഓർത്ത് വെക്കേണ്ടത്, ചിലപ്പോൾ അവർ പറയും ഒരു റോഡ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുവാണ്, ആൻഡ് ഇറ്റ് ഇസ് എലോങ്ങേറ്റിംഗ് അണ്ടർ സെൽഫ് വെയിറ്റ് എന്ന് പറയും. അപ്പൊ സെൽഫ് വെയിറ്റിലാണ് എലോങ്ങേറ്റ് ചെയ്യുന്നത്. അവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് അവന്റെ വെയിറ്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കണം, സെന്റർ ഓഫ് മാസിന്റെ കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്യാൻ. അപ്പൊ ഇവന്റെ വെയിറ്റ് കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ പോയിന്റ് ചെയ്തതിന്റെ സെന്റർ ഓഫ് മാസിലായിരിക്കും. അപ്പൊ എഫക്റ്റീവ് ലെങ്ത് എടുക്കുമ്പോൾ നിങ്ങൾ L/2 വേണം എടുക്കാൻ, L അല്ല എടുക്കേണ്ടത്, മറന്നു പോരുത്. അപ്പൊ നമ്മുടെ y എന്ത് വരും? y is equal to f നമുക്ക് mg എന്നാണ് എടുക്കുന്നതെങ്കിൽ L/2 a delta L എന്ന് വരും. ഓക്കെ, ആ കണ്ടീഷൻ മറന്നു പോകരുത്. ഈ 2 is very important, മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ, ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല റെപ്രസെന്റേഷൻ ഉണ്ടോ. ചില ബുക്കില് k വെച്ച് റെപ്രസെന്റ് ചെയ്യും. I'm going to use b to represent that. ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എന്തായിരിക്കും? വോളിയമെട്രിക് സ്ട്രെയിൻ ബൈ വോളിയമെട്രിക് സ്ട്രെസ് ബൈ വോളിയമെട്രിക് സ്ട്രെയിൻ. വോളിയമെട്രിക് സ്ട്രെസ് ബൈ വോളിയമെട്രിക് സ്ട്രെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബൾക്ക് മോഡുലസ് എന്ന് വിളിക്കുന്നത്. ഓർ ഇങ്ങനെ എഴുതാം, വോളിയമെട്രിക് സ്ട്രെസ് എന്ന് പറയുമ്പോൾ സ്ട്രെസ് ഇൻ വോളിയം, ഫോഴ്സ് ബൈ ഏരിയ തന്നെ. അപ്പൊ വോളിയത്തിൽ ഒരു സ്ട്രെസ്, ഫോഴ്സ് ബൈ ഏരിയ പ്രഷർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം, പി എന്ന് എഴുതാം, ഡെൽറ്റ പി എന്ന് എഴുതാം, ആൻഡ് മൈനസ് ഡെൽറ്റ വി ബൈ വി, ഓർ മൈനസ് ഓഫ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി ബൈ വി. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മൈനസ് ആയിട്ട് ഇട്ടു അല്ലെ. മൈനസ് ആയിട്ട് ഇട്ടാൻ അർത്ഥം ഒരു എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ there will be a decrease in the volume of the body. ആ ഡിക്രീസ് കാണിക്കാനാണ് നമ്മൾ ഈ മൈനസ് ആയിട്ട് ഇടുന്നത് കേട്ടോ. അപ്പൊ ഡെൽറ്റ പി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പ്രഷർ, ദാറ്റ് ഈസ് അവർ എഫ് ബൈ എ itself. ഡെൽറ്റ വി ബൈ വി എന്താണ്? ചേഞ്ച് ഇൻ വോളിയം ടു ദി ഒറിജിനൽ വോളിയം. ഓക്കെ, ബൾക്ക് മോഡുലസ് ആയി. ഇനി ബൾക്ക് മോഡുലസിന്റെ റെസിപ്രോക്കൽ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്രസിബിലിറ്റി എന്ന്. Compressibility. That's a reciprocal of bulk modulus. Bulk modulus is a reciprocal ആണ് compressibility. So K is equal to 1 by P. Okay, അപ്പോൾ വീണ്ടും എഴുതണ്ട, ജസ്റ്റ് ഒന്ന് റെസിപ്രോക്കൽ എടുത്ത് എഴുതിയാൽ. Okay, ഇനി അടുത്തത് പോകാൻ പോകുന്നത്, we are moving on to the third one, and that is rigidity modulus. Rigidity modulus എന്ന് പറയുന്ന ടേം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ടെലിസ്റ്റാണ്, and that is equal to again shear stress by shear strain. ഇതാണ് shear stress by
shear strain എന്നാണ് നമ്മൾ റിജിഡിറ്റി മോഡുലസിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഷിയർ സ്ട്രെസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? വാട്ട് ഇസ് ദാറ്റ്? നമ്മൾ പറയുന്ന പോലെ ഫോഴ്സ് ബൈ ഏരിയ തന്നെ. ഷിയർ സ്ട്രെയിൻ 5 വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. ഓർ ദിസ് ഇസ് ഈക്വൽ ടു എഫ് ബൈ എ ബൈ എക്സ് ബൈ എൽ എന്ന് എഴുതാം. ഓക്കെ, ഓർ എഫ് ഇൻറ്റു എൽ ബൈ എ എക്സ് ഓർ എ ഡെൽറ്റ എക്സ് അങ്ങനെയും എഴുതാം. Okay, so rigidity modulus eta is equal to F by A by 5 shear stress by shear strain. Okay, അപ്പോൾ rigidity modulus ആയി. അപ്പോൾ 3 moduli of elasticity പറഞ്ഞു. Okay, ഇനി ഈ 3 moduli of elasticity നെ എങ്ങനെ റിലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. Okay, so we have some relations connecting നമ്മുടെ യങ്സ് മോഡുലസിനെ, ബൾക്ക് മോഡുലസിനെ, അതുപോലെ rigidity മോഡുലസിനെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട റിലേഷൻ ഇതാണ്. 9 by y is equal to 3 by eta plus 1 by b. അവിടെ y യങ്സ് മോഡുലസ്, eta rigidity മോഡുലസ്, b ബൾക്ക് മോഡുലസ്. ഓക്കെ, അപ്പൊ ഇത് കൂടാതെ മറ്റൊരു ടേം വെച്ചുള്ള ഇക്വേഷൻ കൂടി ഓർത്ത് വെക്കണം, സിഗ്മ വെച്ചിട്ടുള്ളത്. സിഗ്മയെ നമ്മൾ പറയുന്നത് പോസോൺസ് റേഷ്യോ എന്നാണ്. പോസോൺസ് റേഷ്യോ. പോസോൺസ് റേഷ്യോ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ദ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ല. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയാമീറ്റർ ടു ദി ഒറിജിനൽ ഡയാമീറ്റർ. അതിനെയാണ് ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ഡയാമീറ്റർ ടു ദി ഒറിജിനൽ ഡയാമീറ്റർ, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ഡെൽറ്റ എൽ ബൈ എൽ. അപ്പൊ അതിനെയാണ് നമ്മൾ പോസോൺസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പരീക്ഷയ്ക്ക്, ഇനിയും വരാനുള്ള ചാൻസസ് ആർ വെരി ഹൈ. ഒരു ഇക്വേഷൻ കൂടി ഉണ്ടാകുന്ന ഞാൻ എഴുതുന്നില്ല, അത് നിങ്ങൾ അതും കൂടി പഠിക്കണ്ട, ഇത് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇത് പഠിക്കുക. ഇവിടെ y ഈറ്റ സിഗ്മ റിലേഷൻ ഉണ്ട്, y b സിഗ്മ റിലേഷൻ ഉണ്ട്. ഓക്കെ, സോ പ്ലീസ് ലേൺ ദിസ് ഇക്വേഷൻ, റൈറ്റ്? അപ്പോ ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു സോൾവ് ദ ക്വസ്റ്റ്യൻസ് കമ്മിങ് ഫ്രം ദാറ്റ്. This is very important, okay? 9 by y is equal to 3 by eta plus 1 by b. Okay. ഇനി അടുത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ആണ്. ഈ ബൾക്ക് മോഡുലസ് is actually applicable to solids, liquids and gases. 3 പേർക്കും നമ്മുടെ ബൾക്ക് മോഡുലസ് ആപ്ലിക്കബിൾ ആണ്. പക്ഷെ യങ്സ് മോഡുലസ് ആണെങ്കിൽ സോളിഡ്സിന് മാത്രമേ പറ്റത്തുള്ളൂ, റിജിഡിറ്റി ആണെങ്കിലും സോളിഡ്സിന് മാത്രം. നമ്മൾ ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ, ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ അവന്റെ റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബിക്കോസ് ഫ്ലൂയിഡ്സ് നമുക്കറിയാം, ഇറ്റ് ടേക്സ് എ ഷേപ്പ്. നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ആ ഷേപ്പിലേക്ക് മാറിക്കോളും. അവൻ റെസിസ്റ്റൻസ് ഒന്നും കാണിക്കത്തില്ല, വിച്ച് മീൻസ് അവിടെ റിജിഡിറ്റി മോഡുലസ് ഉണ്ടാവത്തില്ല. ഇറ്റ് വിൽ ബി 0 ഫോർ ഫ്ലൂയിഡ്സ്. ഓക്കെ, അപ്പൊ ബൾക്ക് മോഡുലസ് 3 പേരും കാണിക്കും. യങ്സ് മോഡുലസ് സോളിഡ്സിനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അതുപോലെ ഈറ്റയും നമ്മൾ സോളിഡ്സിനാണ് പറയാറ്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളും ഈ ഇക്വേഷൻസും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് തെർമൽ ഫോഴ്സ്. തെർമൽ സ്ട്രെസ് അല്ലെങ്കിൽ തെർമൽ ഫോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബോഡി നമ്മൾ ഒരു ടെമ്പറേച്ചർ ഡെൽറ്റ ടിയിലൂടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ there will be a tendency for the body to increase its length, അല്ലെ? ഈ ഇൻക്രീസ് ഇൻ ലെങ്തിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് തെർമൽ ഫോഴ്സ് എന്ന് പറയുന്നത്. And that is equal to YA alpha delta T. YA alpha delta T. Okay. ഇനി അതുപോലെ വർക്ക് ഡൺ ഇൻ സ്ട്രെച്ചിങ് എ വയർ. നമ്മളൊരു ഫോഴ്സ് F1 അപ്ലൈ ചെയ്തു, ഒരു ഫോഴ്സ് F2 അപ്ലൈ ചെയ്തു, ഡെൽറ്റ എൽ ആണ് എക്സ്റ്റൻഷൻ കൊണ്ടുവരുന്ന വയറിൽ. Then the work done will be F1 plus F2 by 2 into delta L. Okay. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മറ്റൊരു ലാസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ ദിസ് ചാപ്റ്റർ, അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. And that is regarding the elastic potential energy stored in a stretched wire. Elastic potential energy of a stretched wire is given by U is equal to half into stress into strain into the volume. Okay, അപ്പോൾ എനിക്ക് എനർജി പെർ യൂണിറ്റ് വോളിയം വരണമെങ്കിൽ ഞാൻ വോളിയം ഇങ്ങോട്ട് കൊണ്ടുവരും, AL എന്ന ഫാക്ടർ, അല്ലെങ്കിൽ നമ്മുടെ വോളിയം ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ സ്ട്രെച്ച് വയർ പെർ യൂണിറ്റ് വോളിയം എന്താണ്? ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. ഓക്കെ, ഓർത്തേക്കാൻ ഏറ്റവും എളുപ്പമുള്ള റിലേഷൻ ഇതാണ്. ഈ ഇക്വേഷൻ നമുക്ക് യങ്സ് മോഡുലസിന്റെ ഫോർമുല എഴുതാം. എങ്ങനെ എഴുതും? നമുക്കറിയാലോ, y is equal to എന്താ? സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ? അപ്പൊ സ്ട്രെസ് എന്താ? y ഇൻറ്റു സ്ട്രെയിൻ, right? So this is equal to half into y into strain square. അല്ലെ? അല്ലെങ്കിൽ വേണമെങ്കിൽ സ്ട്രെസ് അവിടെ തന്നെ വെച്ചിട്ട് സ്ട്രെയിന് പകരം റീപ്ലേസ്മെന്റ് കൊടുക്കാം. സ്ട്രെയിൻ നിങ്ങൾക്ക് അറിയാം, ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്, അല്ലെ? അപ്പൊ സ്ട്രെയിന്റെ വാല്യൂ എങ്ങനെ ലോങ്ജിറ്റ്യൂഡിനൽ ആണ് എന്നത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. സോ ബേസ്ഡ് ഓൺ ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ദ കണ്ടീഷൻ. ഓക്കെ, ഒരു സ്ട്രെച്ച് വയറില് വാട്ട് ഇസ് എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം? ബേസിക് ആയിട്ട് ഓർത്ത് വെക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ U per AL. AL ആരും മറക്കരുത്, പെർ യൂണിറ്റ് വോളിയം ആണ് പറയുന്നത്.
ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. ഓക്കെ, ഡെറിവേഷനിലേക്ക് ഒന്നും പോകുന്നില്ല. ഡെറിവേഷൻ അതിന്റെ ഐഡിയ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ വർക്ക് ഡണിന്റെ ബേസിക് ഫോർമുല ഇല്ലേ, ഏതാ? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് ഡി എക്സ്. അത് വെച്ചിട്ട് നമ്മൾ ഡെറൈവ് ചെയ്തിരുന്ന കണ്ടീഷനാണ്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. അധികം കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ആകെ 2-3 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. നമ്മുടെ ഹുക്സ് ലോ, 3 യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, സ്ട്രെസ് എന്താ, സ്ട്രെയിൻ എന്താ, അത് ഡിഫറെന്റ് ടൈപ്സ് എന്താണ്, ഇലാസ്റ്റിക് ബോഡീസ് എന്താ, പ്ലാസ്റ്റിക് ബോഡീസ് എന്താ, അതുപോലെ ഇലാസ്റ്റോമസ്, ഡക്ടൈൽ മെറ്റീരിയൽസ്, ബ്രിറ്റിൽ മെറ്റീരിയൽസ് ഒക്കെ എന്തൊക്കെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിൻ ആയിട്ട് ഓർക്കേണ്ടതുള്ളൂ. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ബ്രിഡ്ജിന്റെ അവിടെ ഉണ്ടാകുന്ന ഡിപ്രഷൻ, അങ്ങനത്തെ കണ്ടീഷൻസ്, അതുപോലെ മാക്സിമം ഒരു പോസിബിൾ ഹൈറ്റ് ഓഫ് എ മൗണ്ടൻ ഓൺ എർത്ത് 10 കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ നമ്മളിപ്പോ ഒരു ക്രെയിൻ എടുക്കുമ്പോൾ ക്രെയിനിന്റെ വയറിന്റെ തിക്നെസ് എല്ലാം നമ്മുടെ യങ്സ് മോഡുലസ് എല്ലാത്തിന്റെയും ഫോർമുല ഡിപെൻഡന്റ് ആണ്. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ലാസ്റ്റ് പേജ് ഓഫ് NCERT ഓഫ് ദ ചാപ്റ്റർ, യു ഗെറ്റ് ദി ഐഡിയ. ഓക്കെ, ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. സോ ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. വളരെ സിമ്പിൾ ആയിട്ടൊരു ടോപ്പിക് ആണ്. സോ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. സോ ടിൽ വി മീറ്റ് വിത്ത് ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.